ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി നമുക്കൊരു ഇയറിങ്സ് മേക്ക് ചെയ്തെടുക്കാം. അതായത് ഇത് നമ്മുടെ ഒരു ഇയർ ഹുക്ക് വെച്ചിട്ടുള്ള ഇയറിങ്സ് ആണ് കേട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ റൗണ്ട് ഷേപ്പിലുള്ള ആ ഒരു റിങ് ഇയറിങ്സ് ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഇയറിങ്സ് എന്ന് വെച്ചാൽ നമുക്ക് പൊതുവേ എല്ലാ ഡ്രസ്സിനും മാച്ച് ചെയ്യുന്ന ഒരു വൈറ്റ് ബീഡ് വെച്ചിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ് കേട്ടോ. നല്ല ഒരു സിമ്പിളായിട്ട് ഉള്ളൊരു അധികം ആർഭാടമൊന്നും ഇല്ലാത്തൊരു സിമ്പിൾ ഇയറിംഗ് ആണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ എന്തായാലും ഒന്ന് എന്താ പറയുക സപ്പോർട്ട് ചെയ്യണം. അതുപോലെ പുതുതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ഇയർ ഹൂക്ക് വേണം, പിന്നെ ജംറിങ് വേണം. ഓക്കെ, പിന്നെ മെയിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ബീഡ്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പേൾ ബീഡ് എടുത്തിട്ടുണ്ട്. അത് 8 mm ഉണ്ട്, പിന്നെ 2 mm ഉണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ഷുഗർ ബീഡ്സ് സിൽവർ കളറിലാണേ. പിന്നെ വരുന്നത് എന്താ ഒരു ഗോൾഡൻ കളറിൻ്റെ ഒറ്റൊരു ബീഡ് മാത്രം ഉപയോഗിക്കുന്നുണ്ട്. ഞാനപ്പോൾ ഒരു 8 ഷുഗർ ബീഡ്സ് പിന്നെ ഒരു പേൾ ബീഡും ഇതുപോലെ ഒന്ന് ജസ്റ്റ് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഈ ഓരോ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ആദ്യം തന്നെ ഈ ഒരു പേൾ ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്നുകൂടി കടത്തിയിട്ട് ഓരോ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ കടത്തിയിട്ട് നമുക്കൊന്ന് കുടുക്കിട്ട് കെട്ടി വെക്കണം. നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ ഒന്ന് കെട്ടിടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഒന്നുകൂടി കോർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ കുടുക്കിട്ടതിന് ശേഷം ബാക്കി വരുന്ന ആ ഒരു നൈലോൺ ത്രെഡ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി. പിന്നെ നൈലോൺ ത്രെഡിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഞാനൊരു 45 cm ലെങ്ത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കുടുക്കിട്ട് വെച്ചിട്ട് നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ ഒരു കുടുക്കിട്ട് വെച്ചിട്ട് ബാക്കി വരുന്ന ത്രെഡ് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ തന്നെ ഈ ഒരു അടുത്ത സൈഡിലേക്ക് നമ്മൾ ഈ പേൾ ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇത് കടത്തി വിട്ടതിന് ശേഷം ആ ഭാഗത്ത് നിന്ന് നമ്മൾ പിന്നെയും 8 ഷുഗർ ബീഡ്സ് ഇതുപോലെ കോർത്തെടുത്തിട്ട് ഒന്ന് അഗെയിൻ നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ ഒന്ന് എന്താ പറയുക അടുത്ത സൈഡിലേക്ക് കോർത്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ടതിന് ശേഷം നമ്മൾ പേൾ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർക്കുമല്ലോ, ഇതുപോലെ കോർത്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ രണ്ട് സൈഡും ഒരുപോലെ ആയിട്ട് കിട്ടും. നമുക്ക് സിമ്പിളാണ്, ജസ്റ്റ് ഇതുപോലെ ഒന്ന് കോർത്തിടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഓരോ ഭാഗവും കോർത്തെടുക്കുമ്പോൾ ആ ഒരു ഷേപ്പിൽ വരുന്ന രീതിയിൽ നിങ്ങളൊന്ന് കോർത്തെടുത്താൽ മതി. വേറെ പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടൊന്നും ഇതിൽ വരുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു 2 ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ 2 ഗ്യാപ്പിലുമായിട്ട് നമ്മൾ വൈറ്റ് സ്മോൾ ബീഡ് വരുന്നുണ്ടല്ലോ, പേൾ ബീഡ്, അതായത് 2 mm ആ ഒരു പേൾ ബീഡ് വെച്ച് ഫില്ല് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് അവിടെ ഒന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട്. അവിടെ കോർത്ത് കൊടുത്തതിന് ശേഷം അടുത്ത സൈഡിലേക്ക് ഓരോ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ കോർത്തിട്ട് വേണം അടുത്ത സൈഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് ഡയറക്റ്റ് അവിടത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ അടുത്ത സൈഡിലേക്ക്. അപ്പോൾ ഓരോ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഒന്നും കൂടി കോർത്ത് വന്നിട്ട് വേണം ഈ ഒരു പേൾ ബീഡ് അടുത്ത സൈഡിലേക്കും കൂടി കോർത്തെടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് ഈ ഒരു പ്രൊസീജിയർ തന്നെ അങ്ങനെ എല്ലാ കാര്യത്തിലും കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെയ്തില്ലേ. ഇനി നമുക്ക് ഈ ചെയ്തെടുത്തിരിക്കുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് 3 പേൾ ബീഡ് ഒന്ന് കോർത്തെടുക്കണം. ഒരു എൻഡിലൂടെ കോർത്തെടുത്തിട്ട് അടുത്ത എൻഡിലൂടെ തന്നെ പുറത്തോട്ട് എടുക്കണം ആ ഒരു ബീഡിൻ്റെ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇപ്പോൾ താഴെ ഭാഗത്താണ് നമ്മൾ കോർത്തെടുത്തിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ത്രെഡിനെ മുകൾ ഭാഗത്തോടെ എത്തിക്കണം. അത് മുകൾ ഭാഗത്തോടെ എത്തിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ബീഡ്സിൻ്റെ ഉള്ളിലൂടെയും കോർത്തെടുത്തിട്ട് മുകളിലോട്ട് എത്തിക്കണമല്ലോ. ആ ഒരു ഐഡിയയിൽ നമ്മൾ ഇങ്ങനെ ഓരോന്നായിട്ടും ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ താഴെയാണ് ത്രെഡ് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകൾ ഭാഗത്ത് എത്തിക്കണം. മുകൾ ഭാഗത്ത് എത്തിച്ചിട്ട് വേണം അടുത്ത ബീഡ്സുകൾ കോർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെയാണ് നമ്മൾ ഓരോന്നും ചെയ്ത് തീർക്കേണ്ടത്. ഇപ്പോൾ മുകൾ ഭാഗത്തേക്ക് നമ്മൾ ത്രെഡ് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും മുകളിൽ നമ്മുടെ ത്രെഡ് എത്തിച്ചതിന് ശേഷം ഇവിടെ വെച്ചിട്ട് നമുക്കൊരു 7 ഷുഗർ ബീഡ്സുകൾ ഒന്ന് കോർത്തെടുത്തിട്ട് അടുത്ത അറ്റത്തൂടെ ഒന്ന് പുറത്തോട്ട് എടുക്കണം. അപ്പോൾ ഇപ്പോൾ താഴെ ഭാഗമാണ് ത്രെഡ് കിടക്കുന്നത്. ഇനി നമുക്ക് ത്രെഡിനെ മുകളിലോട്ട് വലിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഷുഗർ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ആ ഒരു സെൻറ്റർ പോർഷനിലേക്ക് എത്തിക്കണം. സെൻറ്റർ പോർഷൻ വരുമ്പോൾ 1 2 3 4 അപ്പോൾ 4ാമത്തെ ബീഡ്സിലേക്ക് കോർത്തെത്തിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് എത്തിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് മുതലും നമുക്ക് അടുത്ത ബീഡ്സുകൾ കോർത്ത് കൊടുക്കണം. അടുത്തതും ഷുഗർ ബീഡ്സ് തന്നെയാണ്.
അപ്പോൾ ഇതിൻ്റെ മുകളിൽ വരുന്ന ബീഡ്സിൻ്റെ എടുക്കുന്ന അഗെയിൻ ഞാൻ ഒരു 6 ഷുഗർ ബീഡ്സ് കോർത്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഷുഗർ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ തന്നെ ഒന്ന് കോർത്തിട്ട് പുറത്തോട്ട് എടുക്കുന്നുണ്ട്. ഏറ്റവും 4ാമത്തെ ബീഡ്സിലാണ് ഇതിപ്പോൾ കോർത്തെടുത്തിട്ടുള്ളത്, മുകളിൽ വരുന്ന 4ാമത്തെ ബീഡ്സ്. അതായത് ടോട്ടൽ 7 ബീഡ്സ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ 4ാമത്തെ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ കോർത്തിട്ട് പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പേൾ ബീഡ്സിൻ്റെ നടുവിലായിട്ട് നമുക്കൊരു ഗോൾഡൻ കളർ ബീഡ് വെക്കണം. അപ്പോൾ നമ്മുടെ മുകളിൽ വരുന്ന എത്തിയിരിക്കുന്ന ത്രെഡിനെ ഓരോ ബീഡ്സിൻ്റെ ഉള്ളിലൂടെയും കോർത്തിട്ട് ആ ഒരു ഭാഗത്തോട്ട് എത്തിക്കണം. അതിനുശേഷം നമുക്ക് ഈ ഒരു ബീഡ്സ് കോർത്തിട്ട് അതിൻ്റെ മിഡിൽ വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ താഴോട്ട് വരുന്ന ആ ഒരു പേൾ ബീഡുണ്ടല്ലോ, താഴോട്ട് വരുന്ന ആ പേൾ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തിട്ട് ഈ ഒരു പേൾ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തിട്ട് പുറത്തോട്ട് എടുക്കണം. അപ്പോൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ത്രെഡ് നിങ്ങളൊരു ഐഡിയ വെച്ചിട്ട് വേണം എത്തിക്കാൻ. അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളറ് സെൻറ്ററിൽ കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഏറ്റവും താഴെ വരുന്ന ബീഡ്സിൻ്റെ ഇടയ്ക്ക് ആ സ്മോൾ പേൾ ബീഡ് ഉണ്ടല്ലോ അവിടെ എത്തിക്കണം. അവിടെ എത്തിക്കേണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഓരോ ഷുഗർ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കയറി ഇറങ്ങി ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കണം. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഫോളോ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ ഈ ഒരു ഡിസൈൻ എങ്ങനെ ഇരിക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് വേണമല്ലോ ഓരോ ഭാഗത്തേക്കും ത്രെഡ് ഓരോ ബീഡ്സ് സെലക്ട് ചെയ്യുന്നതും കൊടുക്കുന്നതും ഒക്കെ. അപ്പോൾ ഓരോ ബീഡ്സിലും നമ്മൾ പലതവണ കയറി ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഇനി നമ്മുടെ ഇതിൻ്റെ എൻഡിലെത്തിയതിന് ശേഷം നമ്മൾ ഇനിയും ഒരു 6 ഷുഗർ ബീഡ്സ് ഇതുപോലെ ഒന്ന് കോർത്തെടുത്തിട്ട് ആ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ പുറത്തോട്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മുടെ വർക്ക് ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അത് കട്ട് ചെയ്ത് കളയാൻ പാടില്ല. ആ ഒരു എൻഡ് ഭാഗം നമുക്കൊന്ന് ഒരു ഏതെങ്കിലും ഒന്നിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പുറത്തെടുത്തിട്ട് 2-3 ബീഡ്സിൻ്റെ ഉള്ളിലൂടെ അഗെയിൻ പുറത്തെടുത്ത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ബീഡ്സ് കുടുങ്ങാത്ത രീതിയിൽ ഒരു കുടുക്കിട്ട് കൊടുത്താൽ മതി. ആ ഒരു രീതിയിൽ വേണം ബാക്കി വരുന്ന നൂല് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ലാസ്റ്റിൽ നമ്മൾ ഇതൊക്കെ ചെയ്ത് കെട്ടിട്ടൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത ഭാഗം ഒന്ന് ലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരുക്കിയിട്ട് ഒന്ന് ആ ഒരു എൻ്റെ ഭാഗം ഒരു ബീഡ്സിൻ്റെ മുകളിലോട്ടായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത്ര മാത്രമായി കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈന് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ജംപ് റിങ്സ് വെച്ച് കൊടുക്കണം, ഇയറിങ്സിൻ്റെ ഇയർ ഹൂക്കും വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ജംപ് റിങ്സ് ഈ ഒരു ജംപ് റിങ്സ് ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, സെൻറ്റർ ഭാഗത്തോട്ടായിട്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഇയർ ഹൂക്കും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അത്രയും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇയറിങ്സ് റെഡിയായി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും, നല്ല ക്യൂട്ടായിട്ടുള്ള ഇയറിങ്സ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതുതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ ഡിസൈനായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ ബൈ ബൈ, താങ്ക് യു.